എല്ലാവരും പറയും എന്നെ കണ്ടാൽ ഒരു പഴയ വിദേശ ടാക്സിയെ പോലെ ഉണ്ടെന്ന്. ഈ കളറും ലുക്കും ഒക്കെ കണ്ടിട്ടാണോ എന്തോ അവരങ്ങനെ പറയുന്നത്. പക്ഷെ സംഭവം കുറച്ചൊക്കെ സത്യമാണേ. ഞാൻ ഷെവർലെ മാസ്റ്റർ ഡീലക്സ്. ആയിരത്തി 1939 അമേരിക്കയിലാണ് എൻ്റെ ജനനം. പിന്നീട് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തി. അന്നിവിടെ അധികം വാഹനങ്ങളൊന്നുമില്ല, കാര്യമായ റോഡുകളുമില്ല. എന്തിനേറെ പറയുന്നു, കേരളം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇവിടുത്തെ എൻ്റെ ഒരു പരിചയമൊക്കെ. ഞാനൊരു കാര്യം കൂടി പറയാം. സൗത്ത് ഇന്ത്യയിലെ ആദ്യ ടാക്സി ആരാണെന്നറിയാമോ? ഈ ഞാൻ തന്നെ. അതിനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ സംഭവം ഞാനൊന്ന് ചുരുക്കി പറയാം. പണ്ട് പൊള്ളാച്ചിയിലെ ABT ഗ്രൂപ്പ് ആയിരുന്നു എൻ്റെ ഉടമസ്ഥർ. അന്നിങ്ങനെ ടാക്സി സംവിധാനങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ കാലത്ത് തന്നെ വാടകയ്ക്ക് നൽകിയിരുന്നു. അങ്ങനെ കുറച്ചു നാൾ ഓടി. അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രി കാമരാജും പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും വരെ എൻ്റെ ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. കാര്യം ഇതൊക്കെയാണെങ്കിലും ഏകദേശം 1950 വരെ ഞാൻ ഓടിയിട്ടുള്ളൂ. പിന്നെ അങ്ങ് കൂട്ടിക്കേറി 50 വർഷം അവിടെ തന്നെ ഒരേ കിടപ്പായിരുന്നേ. അന്ന് ഞാൻ പോലും കരുതിയില്ല വീണ്ടും ഒരു ജന്മം ഉണ്ടാവുമെന്ന്. പക്ഷെ അന്നും എന്നെ തേടി ഒരാൾ വന്നിരുന്നു. ഇത് 1939 ഷെവർലെറ്റ് മാസ്റ്റർ ഡീലക്സ് പറഞ്ഞ വണ്ടിയാണ്. ഇത് അമേരിക്കൻ കാറാണ്. ABT പറഞ്ഞ ഒരു പൊള്ളാച്ചിയിൽ ഒരു ഗ്രൂപ്പിൻ്റെ വെഹിക്കിളായിരുന്നു. ഇത് വന്നിട്ട് സിംഗിൾ ഓണറായിട്ട് ഇത്ര കാലം ഉണ്ടായിരുന്നു. ഇതൊരു ലാസ്റ്റ് ഒരു 10 ഇയേഴ്സായിട്ട് എനിക്കിത് വാങ്ങിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹിച്ച് ഈ വണ്ടിയായിരുന്നു. പക്ഷെ അവർ വേറൊരാൾക്ക് കൈമാറി ആ പാർട്ടിയുടെ ഞാൻ തിരിച്ച് പിടിച്ച് വാങ്ങി 2021 ഞാൻ തിരിച്ചെടുത്തു. ഇന്നേക്ക് ആ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് റിസ്റ്റോർ ചെയ്തു, A to Z റിസ്റ്റോർ ചെയ്തു. വണ്ടി റണ്ണിങ് ആക്കി നന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഈ രൂപത്തിലേക്ക് എത്തിയത്. റീസ്റ്റോർ ചെയ്തപ്പോൾ എൻ്റെ എല്ലാ പാർട്സും ഒറിജിനൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോഴുള്ള അവസ്ഥ കാണണം. പ്രായം മാത്രമല്ല കേട്ടോ, എനിക്ക് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനൊരു 3 ലിറ്റർ സ്ട്രെയിറ്റ് 6 സിലിണ്ടർ എഞ്ചിൻ വാഹനമാണ്. 3 സ്പീഡ് ഗിയർ ആണ് വരുന്നത്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് പെഡൽ സ്റ്റാർട്ട്. ഇനി മറ്റൊരു പ്രത്യേകത കൂടി കണ്ടോ? ഡോർ ഒന്ന് നോക്കിക്കേ. ഇതിനെ സൂയിസൈഡ് ഡോർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ റണ്ണിംഗ് ബോർഡ് അത് തടി കൊണ്ട് നിർമ്മിച്ചതാ. വലിയ വാഹനമായതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് ഒരുപാടുണ്ട്. ഇനി ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ 85 വയസ്സായി. ഈ ഗാരേജിൽ എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനിപ്പോ. ഇടയ്ക്കൊക്കെ പുറത്തു പോകും, തിരികെ വരും. ദൂരയോട്ടങ്ങളൊന്നും തന്നെ ഇല്ല. പഴയ കാലത്തെ ഓർമ്മകളൊക്കെ സ്മരിച്ച് ഇവിടെ ഇങ്ങനെ കൂടും.